പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സാറ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടിയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അക്രൂഡ് ഇൻകം അഥവാ ഇൻകം റിസീവ്ഡ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നിർത്തിയത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള എന്താണ്? എന്താ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഞ്ചാമത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്? ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇപ്പം നമുക്ക് തരേണ്ട ഒരു എമൗണ്ട് മുൻകൂട്ടി അവർ തരിക അല്ലേ, നമുക്ക് കിട്ടുക, അതിനെയാണ് സ്ഥാപനത്തിന് കിട്ടുക, അതിനെയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെന്റ് കിട്ടാനുണ്ട് അല്ലേ? അപ്പോൾ റെന്റ് ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് റെന്റ് മുൻകൂട്ടി തന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ പറയാ, ഇത്തരത്തിലുള്ള സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. ഒരു ഉദാഹരണം എന്ത് ചെയ്യാം, എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയാം. എന്നിട്ട് ഉദാഹരണം സഹിതം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറയ്ക്കണം എന്ന്. ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം എന്താ, ഏതാണോ ഇൻകം ആ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ആൻഡ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. രണ്ട് രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രോം ദ കൺസേൺഡ് ഇൻകം. സാധാരണ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറച്ച് കാണിക്കണം. കൂടാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ ലാബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് നമ്മൾ അതിനെ വെക്കേണ്ടത്, എഴുതി ചേർക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ടെ എന്നാല്. യെസ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. റെന്റ് നമ്മുടെ ട്രയൽ ബാലൻസിനുള്ളിൽ തന്നാണ് റെന്റ് റിസീവ്ഡ് 500 ട്രയൽ ബാലൻസിനുള്ളിലാണ്. ക്വസ്റ്റ്യനിൽ തന്ന ട്രയൽ ബാലൻസിനുള്ളിൽ തന്ന സാധനമാണ്. എന്നിട്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ പറയാണ് എന്ത്, റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 100 രൂപ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് റെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക അല്ലേ? റെന്റ് 500 രൂപ നമ്മൾ ഇവിടെ എഴുതി. ഇറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രോം ദ കൺസേൺ ലെസ് എന്ത്, അഡ്വാൻസ് 100 രൂപ. ഔട്ടർ കോളത്തിലേക്ക് 400 കണ്ടോ? പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് എവിടെയാ? അവിടെ അല്ലേ? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് ഇവിടെ. അവിടെ എന്താ എഴുതണ്ടേ? റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ 100 കണ്ടോ? റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 100. ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ റെന്റിൽ നിന്ന് നമ്മൾ അതിനെ കുറച്ച് കാണിക്കുന്നു, കൂടാതെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ അതിനെ എഴുതി കാണിക്കുന്നു. ഇത്ര മാത്രമേ അതിനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 5 എണ്ണമായി നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു അല്ലേ? 5 എണ്ണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാമത്തെ ഒരൊറ്റ ഐറ്റം കൂടി നമുക്ക് നമ്മുടെ സിലബസിൽ ഇത്തവണ പഠിക്കാനുള്ളൂ. എന്താണെന്നറിയോ? യെസ്, ഡിപ്രീസിയേഷൻ. എന്താണ്? ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റുകൾക്ക് ഉണ്ടാകുന്ന വിലയിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയാം.
അസറ്റിന് അല്ലേ, അസറ്റ് ഇപ്പം നമ്മൾ ഒരു സൈക്കിൾ വാങ്ങി കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈക്കിൾ വിറ്റ് കഴിഞ്ഞാൽ അതിന് അതേ വില കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത്തരത്തിൽ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ ആണ് അടുത്ത ഐറ്റം. ഡിപ്രീസിയേഷൻ ആർക്ക് സംഭവിക്കുന്നത്? ഫിക്സഡ് അസറ്റുകൾക്ക് സംഭവിക്കുന്ന റിഡക്ഷൻ ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷനെ നമ്മൾ നിർബന്ധമായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നു കഴിഞ്ഞാൽ അസറ്റിന്റെ മേലെയാണ് നമ്മൾ അത് കാണേണ്ടത്. പലപ്പോഴും പെർസെൻറ്റേജ് ആയിട്ടൊക്കെയാണ് കാണാണ്ടാവുക. അപ്പോൾ നമ്മളുടെ അതിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞുതരാം. ഒന്ന് എഴുതിച്ചോളൂ. ഡിപ്രീസിയേഷൻ മസ്റ്റ് ബി deducted from the depreciation must be deducted from the asset, from the concerned asset then പിന്നെന്താ ചെയ്യേണ്ടത്? അസറ്റ് എവിടെയാവും? ബാലൻസ് ഷീറ്റിലെ കൺസേൺഡ് അസറ്റിൽ നിന്നത് കുറയ്ക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? യെസ്, ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതിൽ എഴുതി കാണിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ ട്രീറ്റ്മെന്റ്. ഇനി അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കണം. ആൻഡ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതിൽ എഴുതി കാണിക്കണം. നോക്കിക്കോളൂ. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നു എന്താണ്? പ്ലാന്റ് പോട്ടെ, മെഷീനറി 5000. എന്നിട്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണ് ഡിപ്രീസിയേഷൻ ഫോർ മെഷീനറി 10% എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണുക? മെഷീനറി 5000 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 10% എത്ര വരിക? 500 രൂപയായിരിക്കും അല്ലേ? 500 രൂപ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ വരയ്ക്കണം. അതെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓക്കെ. ദെൻ ബാലൻസ് ഷീറ്റിൽ മെഷീനറി എഴുതിയല്ലോ. മെഷീനറി നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് 5000 ഇവിടെ എഴുതണം. ലെസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ എത്ര? 500. അങ്ങനെ ഔട്ടർ കോളത്തിലേക്ക് 4500 എഴുതാണ്ടാവും. മനസ്സിലായല്ലോ? ഔട്ടർ കോളത്തിലേക്ക് 4500. ഈ കൂടാതെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ ഫോർ മെഷീനറി എത്ര? 500 രൂപ ഇവിടെ എഴുതി ചേർക്കും വേണം. എന്തൊക്കെയാ ചെയ്തത്? മെഷീനറിയുടെ 10% നമ്മൾ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? അസറ്റ് സൈഡിലെ മെഷീനറിയിൽ നിന്നും എന്ത് ചെയ്തു? ഇന്നർ കോളത്തിൽ എഴുതി അതിനെ കുറച്ചു. കൂടാതെ എന്ത് ചെയ്തു? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ എമൗണ്ട് കണ്ടുപിടിച്ച മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോ 2 കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നത്. ഒന്ന് എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും അടുത്ത ഡിപ്രീസിയേഷനും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത്തവണ നമുക്ക് 6 അഡ്ജസ്റ്റ്മെന്റുകൾ പഠിച്ചാൽ മതി. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ അല്ലായിരുന്നു, വെറും 6 പഠിച്ചാൽ മതി. ഈ 6 സാറ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പ്രോബ്ലം പാർട്ടിലേക്കാണ് കിടക്കുക. അപ്പൊ കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്യണം. എന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അപ്പം നല്ല കുട്ടികളായിട്ട് ഇത്രയും ഭാഗങ്ങൾ നല്ല ഹൃദിസ്ഥമാക്കിയേ പറ്റൂ, അല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. എല്ലാവരും എന്ത് ചെയ്യണം? സാറി തന്നിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായി അവിടെ എഴുതി വെക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ക്ലാസ്. താങ്ക് യു. See you in the next class.